വിശുദ്ധ ഭൂമിയായി അറിയപ്പെടുന്ന ഇസ്രായേൽ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ആത്മീയതയുടെയും ഒരു ഒത്തുചേരലാണ്. ലോകത്തിലെ ഏറ്റവും പുരാതനവും സങ്കീർണവുമായ ചരിത്രമുള്ള ഈ ചെറിയ രാജ്യം യഹൂദ, ക്രിസ്ത്യൻ, ഇസ്ലാം മതങ്ങളുടെ ജന്മസ്ഥലമാണ്. ജെറുസലേം, ബെത്ലഹേം, നസ്രത്ത് തുടങ്ങിയ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ തെളിയുന്നത് ഒരു ആത്മീയ യാത്രയാണ്. എന്നാൽ ഇസ്രായേലിൻ്റെ കഥ വിശ്വാസത്തിനും അപ്പുറം യുദ്ധങ്ങളുടെയും സമാധാന ശ്രമങ്ങളുടെയും വിജയങ്ങളുടെയും വെല്ലുവിളികളുടെയും ഒരു ചരിത്രം കൂടിയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ യഹൂദന്മാർ ഒരു രാഷ്ട്രം സ്ഥാപിച്ചു. ബൈബിളിലെ കഥകളിലൂടെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഇവിടുത്തെ ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആധുനിക ഇസ്രായേലിൻ്റെ ഉത്ഭവം 20-ാം നൂറ്റാണ്ടിലാണ്. യഹൂദന്മാർക്ക് ഒരു ദേശീയ ഭവനമെന്ന സ്വപ്നം രാഷ്ട്രീയവും സാമൂഹികവുമായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രൂപം കൊണ്ടു. ഇന്ന് ഇസ്രായേൽ ഒരു സാങ്കേതികവിദ്യാ കേന്ദ്രവും ജനാധിപത്യ രാഷ്ട്രവുമാണ്. എന്നാൽ ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷം അതിൻ്റെ ചരിത്രത്തിൻ്റെ അവിഭാജ്യ ഘടകമായി തുടരുന്നു. ഈ വീഡിയോയിൽ ഇസ്രായേലിൻ്റെ പുരാതനവും ആധുനികവുമായ ചരിത്രം, പലസ്തീനികളുടെ അവകാശങ്ങൾ, ഈ ഭൂമിയുടെ സങ്കീർണമായ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ എന്നിവ പരിശോധിക്കുന്നു. മലയാളി പ്രേക്ഷകർക്കായി ഈ വിശുദ്ധ ഭൂമിയുടെ കഥ ലളിതവും ആകർഷകവുമായ രീതിയിൽ അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. വെൽക്കം ബാക്ക്. ഇസ്രായേലിൻ്റെ ചരിത്രം ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ബൈബിൾ, ഖുർആൻ, തോറ തുടങ്ങിയ മതഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. BC 2000 മുമ്പുള്ള അബ്രഹാം എന്ന പുരുഷനെയാണ് യഹൂദന്മാരുടെ പിതാവായി കണക്കാക്കപ്പെടുന്നത്. ബൈബിൾ അനുസരിച്ച് ദൈവം അബ്രഹാമിന് കനാൻ ദേശം, അതായത് ഇന്നത്തെ ഇസ്രായേൽ, പലസ്തീൻ, ലെബനൻ എന്നിവയുടെ ഭാഗങ്ങൾ നൽകി. പിന്നീട് അബ്രഹാമിൻ്റെ പിന്മുറക്കാരായ ഇസഹാക്ക്, യാക്കോബ് എന്നിവർ ഈ ഭൂമിയിൽ താമസിച്ചു. യാക്കോബിൻ്റെ 12 പുത്രന്മാരിൽ നിന്നാണ് ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളുടെ ഉത്ഭവം. BC 13-ാം നൂറ്റാണ്ടോടെ യഹൂദന്മാർ ഈജിപ്തിൽ അടിമകളായി. മോശ അഥവാ മൂസ എന്ന നേതാവിൻ്റെ നേതൃത്വത്തിൽ അവർ ഈജിപ്തിൽ നിന്ന് പിന്നീട് മോചനം നേടി. അങ്ങനെ 40 വർഷത്തെ മരുഭൂമിയിലെ യാത്രയ്ക്ക് ശേഷം കനാൻ ദേശത്ത് തിരിച്ചെത്തി. BC 1000-നോടടുത്ത് ദാവീദ് രാജാവ് യെരുശലേമിനെ യഹൂദന്മാരുടെ തലസ്ഥാനമാക്കി. അദ്ദേഹത്തിൻ്റെ പുത്രനായ ശലോമോൻ യെരുശലേമിൽ ആദ്യത്തെ ദേവാലയം നിർമ്മിച്ചു. ഇത് യഹൂദ മതത്തിൻ്റെ കേന്ദ്രമായി പിന്നീട് മാറി. എന്നാൽ ശലോമോൻ്റെ മരണശേഷം രാജ്യം വടക്കൻ, അതായത് ഇന്നത്തെ ഇസ്രായേലും ദക്ഷിണ അഥവാ യൂദ എന്നിങ്ങനെ രണ്ടായി പിളർന്നു. BC 722 അസീറിയൻ സാമ്രാജ്യം വടക്കൻ രാജ്യത്തെ കീഴടക്കി. BC 586 ബാബിലോണിയൻ രാജാവ് നെബുക്കദ്നേസർ യൂദായെ കീഴടക്കി. ദേവാലയം നശിപ്പിക്കുകയും യഹൂദന്മാരെ ബാബിലോണിയിലേക്ക് നാടുകടത്തുകയും ചെയ്തു. BC 538 പേർഷ്യൻ രാജാവ് സൈറസ് യഹൂദന്മാരെ തിരികെ യെറുസലേമിലേക്ക് മടങ്ങാൻ അനുവദിച്ചു. ശേഷം അവർ രണ്ടാമത്തെ ദേവാലയം പണിതു. പിന്നീട് ഗ്രീക്ക്, റോമൻ സാമ്രാജ്യങ്ങൾ ഇസ്രായേലിനെ കീഴടക്കി. റോമൻ ഭരണത്തിനെതിരെ യഹൂദന്മാർ നിരവധി കലാപങ്ങൾ നടത്തി. AD 70-കളിൽ റോമാക്കാർ രണ്ടാമത്തെ ദേവാലയം നശിപ്പിക്കുകയും യഹൂദന്മാരെ ലോകമെമ്പാടും ചിതറിപ്പോകാൻ നിർബന്ധിതരാക്കുകയും ചെയ്തു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ യഹൂദ വിരുദ്ധത വർദ്ധിച്ചതോടെ സയനിസ്റ്റ് പ്രസ്ഥാനം ഉയർന്നു വന്നു. തിയോഡോർ ഹെർസൽ എന്ന ഓസ്ട്രിയൻ യഹൂദനാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ സൃഷ്ടാവ്. 1897-ൽ 1-ാം സയനിസ്റ്റ് കോൺഗ്രസിൽ യഹൂദന്മാർക്കൊരു ദേശീയ ഭവനം സ്ഥാപിക്കാനുള്ള ആഹ്വാനം ഉയർന്നു. 1-ാം ലോകമഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ പലസ്തീൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. 1917-ലെ ബാൾഫോർ പ്രഖ്യാപനം യഹൂദന്മാർക്ക് പലസ്തീനിൽ ഒരു ദേശീയ ഭവനം സ്ഥാപിക്കാനുള്ള പിന്തുണ പ്രഖ്യാപിച്ചു. 2-ാം ലോകമഹായുദ്ധത്തിൻ്റെ ഹോളോകോസ്റ്റിൽ 60 ലക്ഷം യഹൂദന്മാർ കൊല്ലപ്പെട്ടതോടെ ഒരു യഹൂദ രാഷ്ട്രത്തിൻ്റെ ആവശ്യകത വർദ്ധിച്ചു. 1947-ൽ ഐക്യരാഷ്ട്രസഭ പലസ്തീനെ 2 രാഷ്ട്രങ്ങളായി വിഭജിക്കാൻ തീരുമാനിച്ചു. ഒന്ന് യഹൂദന്മാർക്കും മറ്റൊന്ന് അറബികൾക്കും. 1948 മെയ് 14-ന് ഡേവിഡ് ബെൻ ഗൂരിയോൺ ഇസ്രായേൽ എന്ന രാഷ്ട്രം പ്രഖ്യാപിച്ചു. ഇസ്രായേലിൻ്റെ സ്ഥാപനത്തിന് തൊട്ടു പിന്നാലെ അയൽ അറബ് രാഷ്ട്രങ്ങൾ ആക്രമണം ആരംഭിച്ചു. 1948 യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിച്ചു. പക്ഷേ ലക്ഷക്കണക്കിന് പലസ്തീനികൾ ഇസ്രായേലിൽ അഭയാർത്ഥികളായി. 1967-ലെ 6 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക്, ഗാസ, ഈസ്റ്റ് ജെറുസലേം, ഗോലാൻ ഹൈറ്റ്സ് എന്നിവ കീഴടക്കി. 1973-ലെ യോം കിപ്പൂർ യുദ്ധവും ഇസ്രായേലിൻ്റെ സൈനിക ശക്തി തെളിയിച്ചു. ഇന്ന് ഇസ്രായേൽ ഒരു സാങ്കേതികവിദ്യയുടെ കേന്ദ്രമാണ്. ജനാധിപത്യ രാഷ്ട്രമായി ഇത് ശക്തമായ സൈന്യവും സമ്പദ് വ്യവസ്ഥയും നിലനിർത്തുന്നു. എന്നാൽ ഫലസ്തീനികളുമായുള്ള സംഘർഷം ഇന്നും തുടരുന്നു. 1993-ലെ ഓസ്ലോ കരാറുകൾ, 1979-ലെ ഈജിപ്തുമായുള്ള സമാധാന ഉടമ്പടി, 1994-ലെ ജോർദാനുമായുള്ള ഉടമ്പടി എന്നിവ സമാധാനത്തിനുള്ള ശ്രമങ്ങളാണ്. ഫലസ്തീനികളുടെ അവകാശങ്ങൾ ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൻ്റെ അടിസ്ഥാനമാണ്. ഫലസ്തീനികൾ തങ്ങളുടെ പൂർവിക ഭൂമിയിൽ ദേശീയതയ്ക്കും സ്വയം നിർണയാവകാശത്തിനും വേണ്ടി പോരാടുന്നു. 1948-ലെ ഇസ്രായേൽ രാഷ്ട്ര പ്രഖ്യാപനവും അതിനെ തുടർന്നുള്ള യുദ്ധവും ലക്ഷക്കണക്കിന് ഫലസ്തീനികളെ അഭയാർത്ഥികളാക്കി.
അവർ ഗാസ, വെസ്റ്റ് ബാങ്ക്, ജോർദാൻ, ലെബനൻ, സിറിയ എന്നിവിടങ്ങളിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ ജീവിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ 1947 വിഭജന പദ്ധതി ഫലസ്തീനികൾക്ക് ഒരു സ്വതന്ത്ര രാഷ്ട്രം വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ വിജയവും 1967 യുദ്ധത്തിൽ വെസ്റ്റ് ബാങ്കും ഗാസയും കീഴടക്കിയതോടെ ഈ സ്വപ്നം അകലെയായി. ഇന്ന് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിൻ്റെ സൈനിക നിയന്ത്രണവും ഗാസയിലെ ഉപരോധവും ഫലസ്തീനികളുടെ ജീവിതത്തെ ദുഷ്കരമാക്കുന്നു. ഫലസ്തീനികൾക്ക് സ്വന്തം രാഷ്ട്രം, അഭയാർത്ഥികൾക്ക് മടങ്ങി വരാനുള്ള അവകാശം, ഈസ്റ്റ് ജെറുസലേം തലസ്ഥാനമായി പ്രഖ്യാപിക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനങ്ങൾ ഇവയെ പിന്തുണയ്ക്കുന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ സുരക്ഷാ കാരണങ്ങളാൽ ഈ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല. 1993 ഓസ്ലോ കരാറുകൾ പലസ്തീൻ അതോറിറ്റിക്ക് പരിമിതമായ ഭരണാധികാരം നൽകി. എന്നാൽ ഇസ്രായേലിൻ്റെ കുടിയേറ്റ നയവും വെസ്റ്റ് ബാങ്കിലെ നിയന്ത്രണവും സമാധാന ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നു. ഹമാസിൻ്റെ ഭരണത്തിന് കീഴിലുള്ള ഗാസ ഇടയ്ക്കിടെ യുദ്ധങ്ങളും ഉപരോധവും നേരിടുന്നു. ഫലസ്തീനികളുടെ അവകാശങ്ങൾ മനുഷ്യാവകാശ പ്രശ്നമായി ലോകം കാണുന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ സുരക്ഷാ ആവശ്യങ്ങളും അവഗണിക്കാനാകില്ല. ഒരു 2 രാഷ്ട്ര പരിഹാരം പലരും മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ അഭാവം ഇതിനെ തടസ്സപ്പെടുത്തുന്നു. ഇസ്രായേലിൻ്റെ ചരിത്രം മനുഷ്യൻ്റെ ആത്മീയതയുടെയും സ്ഥിരോത്സാഹത്തിൻ്റെയും എന്നാൽ ഒപ്പം സംഘർഷങ്ങളുടെയും കഥയാണ്. യഹൂദന്മാരുടെ വിശുദ്ധ ഭൂമിയിൽ തിരിച്ചുവരവ്, ആധുനിക ഇസ്രായേലിൻ്റെ ഉത്ഭവം, സാങ്കേതികവിദ്യയും ജനാധിപത്യവും അതിൻ്റെ നേട്ടങ്ങൾ എന്നിവ ലോകത്തിന് പ്രചോദനമാണ്. എന്നാൽ ഫലസ്തീനികളുടെ അവകാശങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഈ ഭൂമിയുടെ സമാധാന സ്വപ്നങ്ങളെ മങ്ങലാക്കുന്നു. മലയാളി പ്രേക്ഷകർക്ക് ഈ ചരിത്രം ഒരു പാഠമാണ്. വിശ്വാസവും സ്വത്വവും നിലനിർത്താൻ പോരാടുന്ന ഒരു ജനതയുടെ കഥ. ഫലസ്തീനികളുടെ ആവശ്യങ്ങളും ഇസ്രായേലിൻ്റെ സുരക്ഷാ ആശങ്കകളും തമ്മിലുള്ള സന്തുലനം ലോകത്തിൻ്റെ മുന്നിലുള്ള വെല്ലുവിളിയാണ്. സമാധാനം സാധ്യമാണ്, എന്നാൽ അതിന് പരസ്പര വിശ്വാസവും സഹകരണവും ആവശ്യമാണ്. ഇസ്രായേലിൻ്റെ കഥ മനുഷ്യൻ്റെ അതിജീവനത്തിൻ്റെ പ്രതീകമാണ്. ഈ വിശുദ്ധ ഭൂമി ഒരു ദിവസം എല്ലാവർക്കും സമാധാനത്തിൻ്റെ കേന്ദ്രമാകുമെന്ന് നമുക്ക് കരുതാം. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.